ഇന്ത്യ ന്യൂസിലൻഡ് 5 മത്സര T20 പരമ്പരയിലെ ആദ്യ T20 മത്സരത്തിൽ ഇന്ത്യൻ പട ജയം സ്വന്തമാക്കി. ആകെ മൊത്തത്തിൽ മത്സരത്തിൽ തിളങ്ങിയത് അഭിഷേക് ശർമ്മ തന്നെ. എന്നാൽ കിവികളുടെ ഇന്നിംഗ്സ് ആരംഭിച്ച ആദ്യ ഓവറിൽ തന്നെ മലയാളികളുടെ അഭിമാനം സഞ്ജു സാംസൺ ആദ്യ പ്രഹരം നൽകി. ടോസ് നേടിയ കിവികൾ ഇന്ത്യയെ ആദ്യം ബാറ്റിംഗിന് അയച്ചു. പതിവ് തെറ്റിക്കാതെ അഭിഷേക് സിക്സറുകൾ വാരിക്കൂട്ടാൻ തുടങ്ങി. ഓപ്പണർമാരിൽ ഒരാളായ സഞ്ജു നേരിട്ട് ആദ്യ പന്ത് തന്നെ 4 സ്വന്തമാക്കി. സഞ്ജുവും അഭിഷേകും തുടക്കം ഗംഭീരമാക്കി എന്ന് കാണികൾ ആശ്വസിച്ചു. സഞ്ജു വീണ്ടും ഒരു 4 സ്വന്തമാക്കി. എന്നാൽ 10 റൺസിനപ്പുറം കടക്കാൻ സഞ്ജുവിന് സാധിച്ചില്ല. തനിക്ക് നേരെ വന്ന പന്ത് ന്യൂസിലാൻഡ് താരം രജിൻ രവീന്ദ്രയുടെ കൈകളിലെത്തിച്ച് സഞ്ജു പവലിയനിലേക്ക് മടങ്ങി. പക്ഷേ ബാറ്റിംഗ് കൈവിട്ട സഞ്ജു വിക്കറ്റ് കീപ്പിംഗിലൂടെ തന്റെ സാന്നിധ്യം വീണ്ടും ഏവരെയും അറിയിച്ചു. കിവീസിന്റെ ഓപ്പണർ ബാറ്ററായ ഡെവോൺ കോൺവേ അർഷ്ദീപിന്റെ പന്ത് നേരിടുകയായിരുന്നു. എന്നാൽ ഡെവോൺ കോൺവേയുടെ ബാറ്റിൽ തട്ടി പറന്ന പന്തിനെ ചാടി ഒറ്റ കൈയിൽ ഒതുക്കി സഞ്ജു ഇന്ത്യക്ക് ആദ്യ വിക്കറ്റ് നേട്ടം യാഥാർത്ഥ്യമാക്കി നൽകി. സഞ്ജുവിന്റെ ഈ പ്രകടനം വലിയ ചർച്ചയാവുകയും പ്രശംസകൾ വാരിക്കൂട്ടുകയും ചെയ്തു. ഇതെന്താ ഡിങ്കനോ എന്നാണ് ആരാധകരിൽ ചിലർ സഞ്ജുവിന്റെ പ്രകടനം കണ്ട് കമന്റ് ചെയ്തത്. അതേസമയം സഞ്ജുവിന്റെ വിക്കറ്റ് കീപ്പിംഗ് പ്രശംസകൾ ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിലും സഞ്ജുവിന്റെ ബാറ്റിംഗിൽ ആരാധകർ നിരാശരാണ്. ഫോമില്ലാത്തതിനെ തുടർന്ന് T20 ടീമിൽ നിന്ന് ശുഭ്മാൻ ഗിൽ പുറത്തായതോടെയാണ് സഞ്ജുവിന് തന്റെ പഴയ ഓപ്പണർ സ്ഥാനം തിരികെ ലഭിച്ചത്. അഭിഷേക് ശർമ്മയുമായി സഞ്ജു മികച്ച രീതിയിലുള്ള കൂട്ടുകെട്ട് പടുത്തുയർത്തുമെന്നായിരുന്നു ഏവരും കരുതിയിരുന്നത്. അർദ്ധ സെഞ്ചുറിയോ സഞ്ജുവിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിറക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചു. എന്നാൽ വെറും 10 റൺസ് മാത്രം സ്വന്തമാക്കി സഞ്ജു പവലിയനിലേക്ക് മടങ്ങി. 2026 ലോകകപ്പ് കളിക്കുന്നതും ഇതേ ടീം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവസരം കൃത്യമായി ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണ്. ഷോട്ട് സെലക്ഷനുകളിൽ തെറ്റ് പറ്റിയാൽ അത് വലിയ തിരിച്ചടികൾക്ക് കാരണമാകും. ആക്രമിച്ച് ബാറ്റ് വീശുന്ന അഭിഷേക് അപ്പുറത്ത് നിൽക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ സഞ്ജു കൃത്യതയോടെയും മികച്ച ഷോട്ടുകൾ തെരഞ്ഞെടുത്ത് കളിക്കേണ്ടതിന്റെയും ആവശ്യകത കൂടുതലാണ്. എന്തായാലും 5 മത്സര പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ പട ജയം സ്വന്തമാക്കി. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 238 റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിനിറങ്ങിയ കിവീസ് 190 റൺസ് നേടി തോൽവി ഏറ്റുവാങ്ങി. 48 റൺസിനാണ് ഇന്ത്യയുടെ ജയം. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ അഭിഷേക് ശർമ്മ 35 പന്തിൽ 5 4ഉം 8 സിക്സറും പറത്തി 84 റൺ സ്വന്തമാക്കി. സഞ്ജുവും മൂന്നാമനായി ഇറങ്ങി ഇഷാൻ കിഷനും നിരാശപ്പെടുത്തിയപ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 32 റൺസ് നേടി അഭിഷേകുമായി ചേർന്ന് ഇന്ത്യയുടെ സ്കോർ ഉയർത്തി. 44 റൺസ് നേടിയ റിങ്കു സിംഗ് ആണ് ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് സ്വന്തമാക്കിയ രണ്ടാമത്തെ താരം. വരുൺ ചക്രവർത്തി, ശിവം ദുബെ എന്നിവർ 2 വിക്കറ്റ് വീതം സ്വന്തമാക്കിയപ്പോൾ അർഷ്ദീപ് സിംഗ്, ഹർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടി. അതേസമയം ജസ്പ്രീത് ബുംറ വിക്കറ്റ് ഒന്നും തന്നെ നേടിയില്ല.